അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് മേരി പ്രസന്ന. ഞാൻ പാലക്കാട് കത്തീഡ്രൽ ഇടവാങ്കാണ്. എനിക്ക് സാക്ഷ്യപ്പെടുത്താനുള്ളത് ഔസേപ്പിതാവിൻ്റെ മധ്യസ്ഥതയിൽ എനിക്ക് ലഭിച്ച അനുഗ്രഹമാണ്. 2023 മാർച്ച് 19 അന്നൊരു 3-ാം ഞായറാഴ്ചയായിരുന്നു. അച്ഛൻ ഔസേപ്പിതാവിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുമ്പോൾ ഒരു രോഗിയെ, യൂട്രസ് സംബന്ധമായിട്ടുള്ള രോഗിയെ ഈശോ സൗഖ്യപ്പെടുത്തുന്നു. സ്കാനിങ്ങിൻ്റെ ഓപ്പറേഷൻ വേണം പറഞ്ഞ വ്യക്തിയാണ്. ആൾക്ക് സ്കാനിങ്ങിൽ ഓപ്പറേഷൻ വേണ്ടെന്ന് ഈശോ സന്ദേശം തരുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ AC-യുടെ താഴെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ശരീരത്തിൽ മുഴുവൻ കറണ്ട് അടിക്കുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും യൂട്രസ് സംബന്ധമായൊരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ്. 2028 മുതൽ എനിക്ക് ഓവർ ബ്ലീഡിംഗ് ആണ്. എല്ലാ മാസവും ഭയങ്കര ബ്ലീഡിംഗ് ആയിട്ട് ഒത്തിരി സീരിയസ് ഒക്കെ ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. പാലനയിലാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ എനിക്കൊന്ന് പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ വെയിറ്റ് എടുക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല. ഫുൾ റെസ്റ്റൊക്കെ പറയുന്ന സമയമാണ്. സ്കാനിങ് എടുക്കുമ്പോൾ ഡോക്ടർ പറയാറുണ്ട് ബ്ലീഡിങ് കൂടുതലായതുകൊണ്ട് യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന്. 3-4 ഡോക്ടർമാരെയൊക്കെ, ലേഡി ഡോക്ടർമാരെയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇത് എത്രയും പെട്ടെന്ന് എടുക്കണം. എൻ്റെ യൂട്രസിൽ 3-4 ഫൈബ്രോയിഡ് മുഴകളുണ്ട്. അത് കുറച്ച് വലിപ്പമുള്ളതാണ്. അത് വെച്ചുകൊണ്ടിരുന്ന ശരീരത്തിനും കേടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനെന്തോ ഈശോയിൽ വിശ്വസിച്ചതുകൊണ്ട് ഞാനതിന് സമ്മതിച്ചില്ല. സങ്കീർത്തനം 127:3 ഈശോ പറയുന്നുണ്ടല്ലോ, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം സമ്മാനമാണെന്ന്. അപ്പം ഞാൻ പറയും, ഈശോയെ നിൻ്റെ സമ്മാനത്തെ ഞാൻ എടുത്തു കളയില്ല. നിനക്ക് വേണമെങ്കിൽ എടുത്തു കളയാൻ 100 വഴികളുണ്ട്. ഞാനൊരു ഡോക്ടറുടെ മുമ്പിലും പോയി എടുത്തോളാൻ സമ്മതം കൊടുക്കില്ല കേട്ടോ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ ഈശോയുടെ മുഖത്ത് നോക്കി പറയാറുണ്ട്. വീട്ടുകാരും എന്നെ അറിയുന്നവരും എൻ്റെ നാട്ടുകാരൊക്കെ എന്നെ വഴക്ക് പറയും, ഇത്രയും ഇതായിട്ട് ഇങ്ങനെ ഓരോന്ന് നീ വെച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസം നിനക്ക് കൂടുതൽ വിശ്വസിച്ചോ, പക്ഷെ നീ അമിതമായിട്ടും അന്ധവിശ്വാസമാകും എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നു. ഡോക്ടറെ നിയോഗിച്ചതും ഈശോ തന്നെയാണെന്നൊക്കെ പറയും. പക്ഷെ ഞാനതിനൊന്നും വഴങ്ങിയില്ല. അത് വെച്ചിട്ട് തന്നെ കുറേ വർഷങ്ങളോളം പോയി. ഈ കഴിഞ്ഞ മാർച്ചിൽ ഞാൻ എപ്പോഴും പരിശുദ്ധ അമ്മയുടെ തിരുനാളിന് വിമല പ്രതിഷ്ഠ ചൊല്ലുന്നത് പോലെ ഔസേപ്പിതാവിൻ്റെയും പ്രതിഷ്ഠ ചൊല്ലാറുണ്ട്. ആ ഔസേപ്പിതാവിൻ്റെ പ്രതിഷ്ഠ 33 ദിവസവും ചൊല്ലിക്കൊണ്ടിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസമാണ് അച്ഛൻ ഈ സന്ദേശം പറഞ്ഞത്. അപ്പോൾ എനിക്കത് സ്കാനിങ് ഡോക്ടർ ആ സമയത്ത് എടുക്കാൻ പറഞ്ഞിരുന്നു, പക്ഷേ എനിക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ 2024 ജനുവരി മാസത്താണ് എനിക്ക് എടുക്കാൻ സാധിച്ചത്. അതിലെൻ്റെ ഫൈബ്രോയിഡ് മാറിയിരിക്കണം. പിന്നെ എൻ്റെ ബ്ലീഡിങ്ങും എനിക്ക് നോർമലായി. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ഹല്ലേലൂയ. യൂട്രസ് സംബന്ധമായ രോഗം കർത്താവ് എടുത്ത് മാറ്റി എന്നാൽ ഞാൻ മനസ്സിലാക്കണം. അമിതമായിട്ട് വിശ്വസിച്ചാൽ അന്ധവിശ്വാസം. ഞാൻ പിന്നെ ലൂക്ക 8:43-44 വചനവും പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. ഈശോ രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തിയില്ല, അതുപോലെ എന്തെങ്കിലും എന്നെയും സുഖപ്പെടുത്തുന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഓപ്പറേഷനൊന്നും സമ്മതിക്കാതെ പോയത്. കഴിഞ്ഞ വർഷം ഔസേപ്പിതാവിൻ്റെ തിരുനാൾ 3-ാമത്തെ ഞായറാഴ്ചയായിരുന്നു, 19-ാം തീയതിയായിരുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ കുടുംബത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, കലഹങ്ങളോ ഭിന്നതയോ പ്രത്യേകിച്ച് പൈശാചിക പീഡകളോ ഉണ്ടെങ്കിൽ, ആധിപത്യ ശല്യങ്ങളുണ്ടെങ്കിൽ ഔസേപ്പിതാവിൻ്റെ മധ്യസ്ഥം തേടുന്നതല്ല. നിങ്ങൾക്ക് വീടില്ല, വീട് പണിയാൻ സ്ഥലമില്ലെങ്കിൽ ഔസേപ്പിതാവിൻ്റെ മധ്യസ്ഥം തേടുന്നത് നല്ലതാണ്. ഔസേപ്പിതാവിൻ്റെ പേര് കേട്ടാൽ പൈശാചിക പീഡകൾ, തിന്മയുടെ ശക്തികൾ വിട്ടുപോകും. ഹല്ലേലൂയ.